കണ്ണൂരിൽ നിന്ന് വീണ്ടും തട്ടിപ്പിനിരയായ ഒരു സ്ത്രീ കൂടി നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എത്ര പോയി? എന്റേതൊരു 80,000 രൂപ പോയിട്ടുണ്ട്. എത്ര? 80,000? 80,000 രൂപ പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാ നിങ്ങൾ സമീപിച്ചത്? ഇവരെ ലിങ്ക് വഴി കണ്ടതാണോ? അതെ, ലിങ്ക് വഴി തന്നതാണ്. ഓക്കെ, അപ്പം അതെങ്ങനെ വിശ്വസിച്ചു താങ്കൾ? അവര് ഞങ്ങളെ ഇത് അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതൊക്കെ കാണിച്ചിട്ടാണ് വിശ്വസിപ്പിക്കുന്നത്. ആദ്യം എത്ര രൂപ ഇട്ടു? ആദ്യം ചെറിയ എമൗണ്ട് ഇട്ടത് 3,500 രൂപയാണ് ഇട്ടത്. അപ്പൊ എത്ര രൂപ കിട്ടി? അതിട്ടപ്പോ കൃത്യമായിട്ടും അതിന് ഡെയിലി നമുക്ക് ഇത്ര ഏർണിങ്സ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഒരു 3-4 ദിവസത്തോളം കിട്ടി. എത്ര രൂപ? പിന്നീട് നമുക്കും അത് വിശ്വാസമായല്ലോ. എത്ര രൂപ വീതം കിട്ടി ഓരോ ദിവസവും? ഓരോ ദിവസവും 120 രൂപ വെച്ചിട്ട് കിട്ടി. 3,500 രൂപ ഇട്ടപ്പോ 120 വീതം കിട്ടി. ഒരു 360 രൂപ, ഒരു 500 രൂപ കിട്ടി അല്ലേ മൊത്തം തിരിച്ച്? അതെ അതെ, കിട്ടി. അപ്പൊ കൂടുതൽ പൈസ കിട്ടി. അതെ, നമുക്ക് തന്നെ വിശ്വാസമായല്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആവുന്നുണ്ട്, കൃത്യമായിട്ട് വിഡ്രോവൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എമൗണ്ട് ഞാൻ ഒറ്റക്കായിട്ടല്ല, എന്റെ കൂടെ വന്നവരുമായിട്ട് ഇട്ടതാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ വന്നവരെടുത്ത്, പിന്നെ നമ്മൾ വലിയ പൈസ ഇട്ടിട്ട് കളിക്കണ്ട, ചെറുതിട്ട് കളിച്ചാൽ മതി. എന്നാലും അവരൊക്കെ ഈ പൈസ കിട്ടുന്നത് കണ്ടപ്പം അവർക്കൊരു വിശ്വാസം. താങ്കൾ? ഞാനൊരു 3-4 ആളെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ 4 പേരോട്ട് ഇപ്പൊ നല്ല ടോക്കിംഗ് ടൈംസിലാണോ? അതെ അതെ, ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എമൗണ്ട് കളിക്കണ്ട. അവരുടെ എല്ലാവരുടെ അടക്കാണ് ഞാൻ ഈ ഒരു എമൗണ്ട് പറഞ്ഞത്. 80,000. എത്ര രൂപ തിരിച്ച് കിട്ടി കാണും ഈ 80,000 നമ്മൾ ഇട്ടപ്പം? ആകെ ഒരു 2-3 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3,000 രൂപ കിട്ടി അല്ലേ? അതെ, അത്രേ കിട്ടിയിട്ടുള്ളൂ. ഈ അവരുടെ ഫോൺ നമ്പറൊക്കെ കയ്യിലുണ്ടോ? ആരെയാണ് വിളിച്ച് സംസാരിക്കുക? ഉണ്ടല്ലോ. അതൊരു മലയാളി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഉണ്ട്. അതാരാണെന്നറിയാമോ മലയാളി? ഈ നമുക്ക് ഈ ഒരു എലിഫന്റ് ഫർണിച്ചർ എന്നുള്ള ഈ ഒരു പരിചയപ്പെടുത്തിയ ആളാണോ? അതെ അതെ, അത് മുനവിറ എന്ന് പറയുന്നവരാണ്. ഓക്കെ, ഈ മുനവിറ പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, അവരടുത്ത് നേരത്തെ വിളിച്ചപ്പോ തന്നെ അവര് അത്രയൊരു നല്ല രീതിയിലായിരുന്നില്ല സംസാരം. പിന്നെ ഇവരുടെ ഈ ഒരു ആഡ് കണ്ടിട്ടാണ് എല്ലാവരും മലയാളിയായ ഒരാൾക്ക് ഇത്രയും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അത് ജെന്യൂൻ ആയിട്ടുള്ളതാണെന്നുള്ള രീതിയിലാണ് അവർ ഇത് പരിചയപ്പെടുത്തുന്നത്. അത് കണ്ടാണ് എല്ലാവരും ഇതിനകത്തോട്ടേക്ക് കുടുങ്ങി പോണത്. ഓക്കെ, ഇങ്ങനെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് താങ്കളെ? ഇല്ല, ആരും പറ്റിച്ചിട്ടില്ല. ഇല്ല, ആരും പറ്റിച്ചില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ്. ആണല്ലേ? അത് പെട്ടെന്നൊരു വല്ലാത്ത പെടലാണ്. അതെ അതെ, അത് വല്ലാത്ത പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ചെറിയൊരു ദിവസം കൊണ്ട് ഇത്രയേറെ വരുമാനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. നമ്മൾ മുടക്കിയ പൈസ ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാമല്ലോ. പിന്നീട് വരുന്നത് പ്രോഫിറ്റ് ആണല്ലോ. നമ്മുടെ പൈസ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടം വന്നാലും സാരില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾ സ്വർണം പണയം വെച്ചിട്ടും അതുപോലെ തന്നെ ലോൺ എടുത്തിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് കണക്ക് കൂട്ടി വെച്ച പൈസ ഇതൊക്കെയാണ്. എനിക്ക് 28 വയസ്സാ. ആണല്ലേ? ഇത്ര ചെറുപ്പത്തിലെ തട്ടിപ്പിനൊക്കെ ഇരയായി അല്ലേ? പ്രായമുള്ളവരാണെങ്കിൽ വിശ്വസിക്കാൻ വരുന്നു. ഓൺലൈനായി ഒന്ന് തപ്പിക്കൂടായിരുന്നു? ഇതൊക്കെ വലിയ ക്രെഡിബിൾ ആയിട്ടുള്ള സംഭവമാണോ എന്ന്? അതെ അതെ, പറ്റിക്കപ്പെട്ടു അല്ലേ? എന്തായാലും മക്കളൊക്കെ എന്ത് പറയുന്നു? ഹസ്ബൻഡും ഫാമിലിയൊക്കെ? ഹസ്ബൻഡും ഫാമിലിയൊന്നും അറിഞ്ഞിട്ടില്ല. അത് ശരി. ഈ പൈസ പോയത് അറിഞ്ഞില്ലല്ലോ അവര്? ഇല്ല, അറിഞ്ഞില്ല. താങ്കളുടെ ഒരുപാട് പൈസ പോയോ? എന്റേത് ഒരു 20,000 രൂപ പോയിട്ടുണ്ട്. സ്വർണ്ണം പണയം വെച്ചങ്ങാണ്ടും കൊടുത്താണോ? അല്ലല്ല, അത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പൈസയാണ്. അതുകൊണ്ട് പിന്നെ 20,000 എന്തായാലും കേസ് കൊടുത്തു, നമുക്ക് ആ വഴി തപ്പി നോക്കാം കിട്ടുമെന്ന്. പക്ഷെ ഇവര് ഒരു രൂപ പോലും നമ്മൾ ഉണ്ടാക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണ്. അതെ അതെ, അത് എനിക്ക് മനസ്സിലാവും. വിദേശത്തൊക്കെ ഇരുന്നാണ് ഇത്തരം തട്ടിപ്പൊക്കെ പലരും നടത്തുന്നത്. പല രാജ്യങ്ങളിൽ പോയി കംബോഡിയയിലൊക്കെ ഇരുന്നിട്ട് പല മലയാളികളും തട്ടിപ്പ് നടത്തുന്നുണ്ട്. നമ്മൾ അവരെ കുറിച്ചൊക്കെ കുറേ വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇനിയും വരും കേട്ടോ ഇങ്ങനെ തട്ടിപ്പുകാർ. നിങ്ങളെയൊക്കെ എളുപ്പം പറ്റിക്കാന്നൊക്കെ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. അത്ര നിഷ്കളങ്കമൊന്നും ആവണ്ട. ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിച്ച് പൈസ തരാമെന്ന് പറഞ്ഞാലോ നിങ്ങളുടെ മകനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലോ ഒന്നും പോയി കുടുങ്ങരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇനി 20,000 പോയത് പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണം നടത്തുക, കേസ് കൊടുക്കുക. ഓക്കെ, കേസ് കൊടുത്തോ? കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുക എല്ലാവരെയും. താങ്ക് യു. അപ്പോൾ